ഈ ചോദ്യമില്ലാത്തൊരു ചോദ്യ പേപ്പർ ഇന്നേ വരെ നമ്മുടെ ഓണപ്പരീക്ഷയ്ക്ക് അച്ചടിച്ചിട്ടില്ല. അഥവാ ഹൃദയം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഒരു ചോദ്യം നമ്മുടെ ഓണപ്പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരും. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ വർഷം നമ്മുടെ SCRT പുറത്തിറക്കിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഹൃദയത്തിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. മക്കളെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഹൃദയത്തിൽ നിന്നും 8 മാർക്ക് വരെ അഥവാ 2-3 ക്വസ്റ്റ്യൻസിലായിട്ട് 8 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. ഇന്ന് ഫുൾ ഹൃദയം ടോപ്പിക് നമ്മൾ കവർ ചെയ്യുന്നു. സാധാരണ ചോദിക്കാറുള്ളത് ഹൃദയത്തിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറയും. അതുപോലെ തന്നെ ചില ഭാഗങ്ങളുടെയൊക്കെ ഫംഗ്ഷന് ധർമ്മം എന്താണെന്ന് ചോദിക്കും. ഇങ്ങനെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. അഥവാ ഏറ്റവും മേലെ കാണുന്നത് ഈ ഭാഗമാണ് മക്കളെ, ഇത് B എന്ന് കൊടുത്തിട്ടുള്ള ഭാഗമാണ് അയോട്ട. അതുപോലെ തന്നെ A എന്ന് കൊടുത്ത ഭാഗമാണ് എന്ത്, നമ്മുടെ സുപ്പീരിയർ വീനക്കാവ അല്ലെങ്കിൽ ഊർധ്വ മഹാസിര എന്ന് പറയുന്നത്. അയോട്ട എന്ന് പറഞ്ഞാൽ മഹാധമനിയാകുന്നു. പിന്നെ കൊടുത്തിട്ടുള്ളത് എന്താണ് മക്കളെ, ഈ ഭാഗമാണ്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ കാര്യം പൾമണറി ആർട്ടറി, ശ്വാസകോശ ധമനികളും. എന്നാൽ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ പൾമണറി വെയിനാണ്, ശ്വാസകോശ സിരകളുമാണ്. നിന്റെ മക്കൾ ഓർത്ത് വെക്കുക. 2 വാൾവുകളെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ കാണുന്ന വലതു ഭാഗത്ത് കാണുന്ന ട്രൈ കസ്പിഡ് വാൾവും ഇടതു ഭാഗത്ത് കാണുന്ന ബൈ കസ്പിഡ് വാൾവും. പിന്നെ 2 വാൾവുകളുള്ളത് ഇവിടെ കാണുന്ന 2 സെമി ലൂണാർ വാൾവുകളുമാണ്. ഏത് വാൾവും ആകട്ടെ ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ, ബ്ലഡിൻ്റെ ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുന്നു. വാൾവിലൂടെ ബ്ലഡ് കടന്ന തിരിച്ച് ബ്ലഡ് വരുന്നതിനെ എന്ത് ചെയ്യുന്നു, ആ വാൾവുകൾ തടയുന്നു. ഏത് ബ്ലഡ് ആയാലും ഒരേ ഉത്തരമാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. പിന്നെ മക്കൾ മനസ്സിലാക്കുന്നത് വർക്കിംഗ് ഓഫ് ദ ഹാർട്ടാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓക്സിജൻ്റെ അളവ് കുറവുള്ള ഇംപ്യൂർ ബ്ലഡ്, ചീത്ത അശുദ്ധ രക്തം ഹൃദയത്തോട്ട് വരുന്നു. ഹൃദയത്തിൽ നിന്നും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്വാസകോശത്തിലോട്ട് ശ്വാസകോശ ധമനി വഴി പൾമണറി ആർട്ടറി വഴി ശ്വാസകോശത്തിലോട്ട് കൊണ്ടുപോകുന്നു. ശുദ്ധീകരിച്ച രക്തത്തിനെ നമ്മൾ ഓക്സിജൻ കണ്ടന്റ് കൂടുതലുള്ള രക്തത്തിന് നമ്മൾ ശ്വാസകോശ സിരകൾ വഴി പൾമണറി വെയിൻസ് വഴി വീണ്ടും ഹൃദയത്തോട്ട് കൊണ്ടുവന്ന് ഹൃദയത്തിൽ നിന്നും അയോട്ടയിലൂടെ എല്ലാ ഭാഗത്തോട്ടും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് മഹാധമനി അതിനെ പമ്പ് ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കുന്നു. ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, റൈറ്റ് ഭാഗത്ത് കാണുന്ന വാൾവിൻ്റെ പേര് ട്രൈ കസ്പിഡ് വാൾവുകൾ എന്നാണ്. റൈറ്റിൽ ട്രൈ കസ്പിഡ് വാൾവ്. എൻ്റെ മക്കൾക്ക് മാറിപ്പോരുത് കേട്ടോ. റൈറ്റ് റൈറ്റ്. അപ്പോൾ റൈറ്റ് ഭാഗത്ത് കാണുന്നത് എന്ന് പറഞ്ഞാൽ ട്രൈ കസ്പിഡ് വാൾവുകളും അതുപോലെ തന്നെ ലെഫ്റ്റ് ഭാഗത്ത് കാണാറുള്ളത് ബൈ കസ്പിഡ് വാൾവുകളുമാണെന്ന് കൂടി എൻ്റെ മക്കൾ ഓർത്തു വെക്കണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഹൃദയത്തിൽ നിന്നും ചോദ്യം വരാത്തൊരു ചോദ്യ പേപ്പർ ഇന്നേ വരെ അച്ചടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ചോദിക്കാറുള്ളത് ബ്ലഡ് പ്രഷറിൻ്റെ ഭാഗത്തു നിന്നാണ്. ഒരു മനുഷ്യൻ്റെ സാധാരണ ബ്ലഡ് പ്രഷർ ആവറേജ് രക്തസമ്മർദ്ദം എത്രയും ചോദിക്കാറുണ്ട്. മക്കളെ എഴുതി കൊടുക്കുക. 120/80 mmHg എന്നാണ്. 120/80 mmHg എന്ന് പറഞ്ഞാലാണ് സാധാരണ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഒറ്റ ടൈമിൽ ഹൃദയം പമ്പ് ചെയ്യുന്നത് 70 ml ബ്ലഡ് കൂടെയാണ്. അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക, 1 മിനിറ്റിൽ ഹൃദയം 72 ടൈംസ് ബീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തവണ ബീറ്റ് ചെയ്യാൻ വേണ്ട സമയം 0.8 സെക്കൻഡാണ്. ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരാൻ പോകുന്ന 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് വളരെ സിമ്പിളായിട്ട് ഉത്തരം കിട്ടും. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങളിലേക്ക് കമൻറ്റ് ചെയ്യുക. സെറ്റായിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.